പരിശുദ്ധ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുകയാണ്. എൻ്റെ പേര് നീതു. ഞാൻ തകഴിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ലീന ഹരിദാസ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 മാർച്ച് 15 ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ള സാഹചര്യം വന്നത്, എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഏട്ടൻ്റെ കൂടെ അവിടെ ഞാൻ 2022 സെപ്റ്റംബറിൽ ഏട്ടൻ്റെ കൂടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് എനിക്ക് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ കഠിനമായ വയറുവേദന കാരണം എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നേരെ ഫ്ലൈറ്റ് കയറി നേരെ എയർപോർട്ടിൽ വന്ന് ലിസി ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ലിസിയിൽ അഡ്മിറ്റായി. ഗ്യാസ്ട്രോ ഡോക്ടർ നോക്കി എല്ലാ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ ചെയ്തു. ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ തിരിച്ച് ഡിസംബർ ലാസ്റ്റ് വീണ്ടും ഞാൻ പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത്. ഡിസംബറിൽ പോയി, ഫെബ്രുവരി എനിക്ക് വീണ്ടും വയറുവേദന വന്ന് ഞാൻ വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു. എനിക്ക് ലിസി ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. വേദന കാരണം എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വന്നു. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വെച്ചൊരു സിസ്റ്ററിനെ കണ്ടിട്ട്, സിസ്റ്റർ എൻ്റെ മുഖത്തിൻ്റെ ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ പ്രശ്നം, നിനക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇതുപോലൊക്കെ സിസ്റ്ററെ കാര്യം, എനിക്ക് എന്താ സിസ്റ്ററിൻ്റെ അടുത്ത് പറയണേ, എനിക്ക് മനസ്സിലുള്ളതെല്ലാം ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിനക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നീ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും, നിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ സിസ്റ്റർ എനിക്കൊരു മാതാവിൻ്റെ ഫോട്ടോ തന്നു. ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് അമ്മ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് നീ വരുമ്പോൾ നമുക്ക് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം, എല്ലാം ശരിയാകും, വേദനയും ബുദ്ധിമുട്ടും ഒക്കെ മാറും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ മാർച്ച് 15 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുത്തു. ആദ്യ നിയോഗമായി ഞാൻ വെച്ചത്, അമ്മേ എനിക്കൊരു 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല. എപ്പോഴും ഈ അസുഖവും ബുദ്ധിമുട്ടും ഹോസ്പിറ്റൽ ജീവിതവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യ ഉടമ്പടി വെച്ചിരുന്ന, അമ്മ എനിക്ക് ആരോഗ്യത്തോടുള്ളൊരു കുഞ്ഞിനെ നീ എനിക്ക് തരണേന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉടമ്പടി വെച്ചിരുന്നത്. പരിശുദ്ധ അമ്മ എനിക്കത് സാധിച്ചു തന്നു. ഞാൻ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ച് എൻ്റെ അടുത്ത് വീണ്ടും പോയി. അത് ഏപ്രിൽ 10 ഞാൻ തിരിച്ചു പോയത്. പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നു, അമ്മയടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ എനിക്ക് തിരിച്ചു വരാൻ പറ്റണേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്തൊക്കെയോ ആത്മവിശ്വാസം, എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീണ്ടും പോകുന്നത്. ഏപ്രിൽ 10 ഞാൻ പോകുന്നു. ഏപ്രിൽ 10 ഞാൻ പോയി അവിടെ ചെന്ന് പ്രാർത്ഥന മുടങ്ങാതെ എല്ലാം പ്രാർത്ഥനയും ചെയ്തു. ഇവിടെ നിന്ന് തന്ന പത്രം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. തിരിച്ചു പോയി അവിടെ ചെന്ന് ഏപ്രിൽ പോയി, മെയ്, ജൂൺ 4 ആയപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള റിസൾട്ട് വന്നു. ജൂൺ 15 എൻ്റെ ഉടമ്പടി അവസാനിക്കുന്നത്. പക്ഷെ ജൂൺ 4 അമ്മ മാതാവ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു റിസൾട്ട് എനിക്ക് തന്നു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കണം, PCOD പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സ്കാനിങ് ചെയ്തു. അപ്പോഴും എൻ്റെ ആ കാശ് രൂപം ഞാൻ എപ്പോഴും എൻ്റെ കൊന്തയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റലിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് 5-ാം മാസമാണ് ഇവിടെ നാട്ടിൽ തിരിച്ച് മസ്കറ്റിൽ നിന്ന് വരുന്നത്. വന്ന് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. ഇവിടെ മാതാവിൻ്റെ അടുത്ത് 1000 നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എങ്ങനെ അമ്മയടുത്ത് നന്ദി പറഞ്ഞാലും തീരത്തില്ല. പരിശുദ്ധ അമ്മ. പിന്നീട് ഞാൻ 5-ാം മാസം ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പ്രഗ്നൻസിയുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 7-ാം മാസം ആയപ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഭയങ്കര ഹെവി ബ്ലീഡിങ്, എന്നുവെച്ചാൽ നിൽക്കാത്ത തരത്തിലുള്ള ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. ഞാൻ അപ്പോഴും അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണം, എൻ്റെ കുഞ്ഞിനെ നീ തന്നത് എനിക്ക്, നീ കാത്തോണോ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ചിലപ്പോൾ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരും. 6 മാസം അവസാനം 7 മാസം തുടക്കം ആയതേ ഉള്ളൂ, പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ലേബർ റൂമിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം മതി എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ പെട്ടെന്ന് ഡൗണായി തല കറങ്ങി വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഇത്രയും ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസി ആയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു, ലേബർ റൂമിൽ ചെന്നു. അപ്പോഴൊക്കെ അമ്മയുടെ കാശ് രൂപം ഞാൻ എൻ്റെ ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുത്, നീ തന്ന കുഞ്ഞ്, നീ എനിക്ക് ആരോഗ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തരണേന്ന്. ലേബർ റൂമിൽ കിടക്കുമ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു, മോളെ നമുക്ക് നോക്കാം, സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കാം, ബ്ലീഡിങ് ഇങ്ങനെ ഹെവി ആകുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എൻ്റെ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തരണേ. അത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലിയായിരുന്നു ലേബർ റൂമിൽ കിടന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമുക്കൊരു സ്കാനിങ് ചെയ്ത് നോക്കാം, എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിനും എല്ലാത്തിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അതുപോലെ ബ്ലീഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാനിങ് ഡോക്ടർ പറഞ്ഞു, എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം, ബേബി എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാനായിട്ട് പോയി. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പ്ലാസൻറ്റ രണ്ട് ഇതായിട്ട് വേർവിട്ട് നിൽക്കുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നില്ല. അകത്ത് എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും, അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, ഇപ്പോൾ ഉടനെ സിസേറിയൻ ചെയ്യേണ്ട, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളെല്ലാം പ്രാർത്ഥനയുടെ അങ്ങേയറ്റം വരെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, മാതാവിനെ വിളിച്ച് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വേദനയും കുറഞ്ഞു, ബ്ലീഡിങ്ങും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഫുൾ ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ബ്ലീഡിങ് ഹെവി ആയിട്ടില്ല, എന്നാലും ബ്ലീഡിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതുപോലെ ലേബർ റൂമിൽ കൊണ്ടുപോയി അവർ ഡോക്ടേഴ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് എന്നോട് ഡോക്ടർ പറഞ്ഞു, നീതുവിന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ, ഇത് ഇച്ചിരി റിസ്ക് ആണ്, തിരിച്ചിനി വീട്ടിലോട്ട് വിടാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഒരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് 10-30,000 ബില്ല്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 മാസം ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡോക്ടർ പറഞ്ഞു, എനിക്കതേ പറയാനുള്ളൂ, എൻ്റെ റിസ്കിൽ ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിൽക്കാം ഡോക്ടറെ, വേറെ നിവത്തില്ല, നിൽക്കാമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് എല്ലാം നോർമലായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോളെ നീ നല്ലപോലെ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടറെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മ ആരോഗ്യത്തോടെ തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമോ, ഞാൻ നിന്നെ വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം, എനിക്ക് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക 1 മാസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, മോള് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. വീട്ടിൽ പോയി എന്ന് കട്ടിലേ തന്നെ ബെഡ് റിഡനായിട്ട് കട്ടിലേ തന്നെ കിടക്കുക, അനങ്ങും ഒന്നും ചെയ്യരുത്, മോഷൻ പോകാൻ മാത്രം ബാത്റൂമിൽ പോകുള്ളൂ, യൂറിൻ വരെ ബെഡ് പാൻ വെച്ചിട്ട് പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം 7-ാം മാസം മുഴുവൻ ബെഡിൽ കിടന്ന് തന്നെ മുന്നോട്ട് പോയി. അപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കാശ് രൂപ എന്നോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണം, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ നീ തന്ന കുഞ്ഞ് എനിക്ക് നീ കാത്തോണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു എൻ്റെ മാതാവിൻ്റെ അടുത്ത്. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ അത് കഴിഞ്ഞ് 9-ാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, വീണ്ടും കുഞ്ഞിൻ്റെ പുക്കിൾ കൂടി ചുറ്റിക്കിടക്കുക എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല മോളെ, അത് ശരിയാകും, നോർമൽ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യാം, അപ്പോഴത്തെ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഡെലിവറിക്ക് ഞാൻ അഡ്മിറ്റ് ആവുന്നത് ജാനുവരി 18, എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. ജാനുവരി 18, 19, 20-ാം തീയതിയാണ് ഡെലിവറി ഡോക്ടർ പറഞ്ഞത്. അന്ന് ലേബർ റൂമിൽ എനിക്ക് രാവിലെ 8 മണി തൊട്ടൊക്കെ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാ. എന്തുവാ ഡോക്ടർ പറഞ്ഞു, ആദ്യം തന്നെ എൻ്റെ ഡെലിവറി നടക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരായിരുന്നു ആ സമയത്ത്. നടക്കും, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഹെഡ് കാണാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഞ്ഞ് പുറത്തോട്ട് വരുന്നില്ല, ഒരു കാരണവശാലും കുഞ്ഞ് വെളിയിലോട്ട് വരുന്നില്ല. അപ്പോഴും ഞാൻ ധൈര്യത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ മാതാവേ നീ കാക്കണേ. എനിക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യമായിട്ട്. ആ സമയത്ത് എൻ്റെ കൂടെ ആരോ ഉണ്ടെന്ന്, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മയെ ഞാൻ കണ്ടു. ആ ഒരു അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് 2 മണി വരെ നമുക്ക് നോക്കാം, 2 മണി കഴിഞ്ഞ് നമുക്ക് അത് വെച്ചാൽ കുഞ്ഞ് പകുതി വെളിയിൽ കുറച്ച് കാണാം, എന്നാൽ പുറത്തോട്ട് വരാത്തൊരവസ്ഥ. വേദനയുടെ അങ്ങേ അറ്റം വരെ ഞാൻ പോയി. അപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിന്ന്, എല്ലാം ശരിയാകും, എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ എൻ്റെ അമ്മ തരും എന്ന് ഞാൻ വിശ്വാസത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നല്ലപോലെ പ്രാർത്ഥിക്കുക അമ്മയോടും ഒക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ ബോധം പോകുന്ന ഒരവസ്ഥ വരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫോസ്റ്റപ്പ് വെച്ചിട്ട് വലിച്ചെടുക്കലേ ഇനി നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു, ആ ശരി അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറി ചൂട്ടി കയറി കിടന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, മോളെ നീ നല്ലപോലെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കാൻ എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബലം പിടിക്കണോണ്ട് എൻ്റെ കൈ പിടിക്കാൻ ഞാൻ എൻ്റെ കഴുത്ത് വഴിയിട്ട് കാശ് രൂപം ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് ആരോഗ്യത്തോടെ തരണം, നീ തന്ന കുഞ്ഞ നീ എനിക്ക് ആരോഗ്യത്തോടെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പുറത്തുനിന്ന് അമ്മ എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിലെ പേപ്പർ സിസ്റ്ററിലേക്ക് കൊടുത്തുവിട്ട് ഞാനതെൻ്റെ ഡെലിവറി നടക്കുന്ന ആ ഭാഗത്ത് തലയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 3 പ്രാവശ്യം മാതാവെന്ന് വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലാണ് ഞാൻ പിന്നെ കേൾക്കുന്നത്. എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ആരോഗ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ തന്നു. മോളുടെ കഴുത്തിൽ 4 പ്രാവശ്യമാണ് പുക്കിൾ കൊടി ചുറ്റിയിരുന്നത്. ഒരു കാരണവശാലും നോർമൽ ഡെലിവറി നടക്കാത്തൊരു കേസ്.
കുഞ്ഞ് ഞാൻ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ടൈറ്റ് ആകുക, ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥ. പരിശുദ്ധ അമ്മ എന്നെ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു, ബ്രീത്തിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല. ഡോക്ടർ പറഞ്ഞു ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണും, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുഞ്ഞ് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴാണ് 4 ചുറ്റായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ. പരിശുദ്ധ അമ്മ ഒരു കുറവും വരുത്താതെ എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ എനിക്ക് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. കുഞ്ഞുമായിട്ടാണ് ഞാൻ വന്നത്. അമ്മയുടെ തൊണ്ട് കുഞ്ഞ്. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ബ്രെയിനിലോട്ട് ചെല്ലാത്തത് കൊണ്ട് പേസ് മേക്കർ സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത്. 2022 പറഞ്ഞ കാര്യമാണ്. 2022 പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു 3-4 ലക്ഷത്തിനടുത്ത് പൈസ വേണം. ഒരു മാർഗവും ഇല്ല. ഒരു മാർഗം എന്നാൽ കടത്തിൻ്റെ മേൽ കടവുമായി ഞങ്ങൾ നടക്കുന്ന സമയത്താണ് അമ്മയുടെ സർജറി പറഞ്ഞത്. ഒരു മാർഗവും ഇല്ല ചെയ്യാനായിട്ട്. ഞാൻ ഉടമ്പടിക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവേ അമ്മയുടെ സർജറി എങ്ങനെയെങ്കിലും നീ നടത്തി തരണേ എന്ന് ഞാൻ ഉടമ്പടിക്കകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറയുമായിരുന്നു, നീതുവിനൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എടുത്തോണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. കാരണം അമ്മ തല ഇറങ്ങി വീഴുകയും ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് ബ്രെയിനിൽ ചെല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഡിസംബർ 2023 ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് തീരെ പറ്റാതെ ബോധം കെട്ട് വീണു. അത് പൾസ് കുറഞ്ഞു. അമ്മ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സർജറി ചെയ്യാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി. 2022 നടന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, കാർഡിയോ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. പക്ഷെ ഞങ്ങളുടെ പൈസയില്ല സർജറി ചെയ്യാൻ. ഒരു രീതിയിലും ആരും തരാനില്ല. കാരണം അതുപോലെ കടവുണ്ട്. അതുപോലെ കടവും ബാധ്യതയുമായിട്ടായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ആരടുത്ത് ചോദിച്ചാലും സർജറി ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും പൈസ തരാൻ ആരും ഇല്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു. അവസാനം 2023 ഡിസംബർ 20 അമ്മയ്ക്ക് സർജറി തലയിറങ്ങി വീണിട്ട് ബോധമൊന്നുമില്ലാതെ പിന്നെ ഞങ്ങൾ ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പേസ് മേക്കർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറയാലോ, 1 രൂപ പൈസ ഇല്ലാതെയാണ് സർജറിക്ക് അന്ന് ഞങ്ങൾ പോയത്. ഞാൻ പോയില്ല. ഞാനിപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ബെഡ് റെസ്റ്റിൽ കിടക്കുകയായിരുന്നു. ഞാൻ പോയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവമേ എന്തെങ്കിലും മാർഗം കാട്ടിത്തരണേ മാതാവേ, എൻ്റെ അമ്മയുടെ സർജറി നടക്കാൻ എന്തെങ്കിലും മാർഗം നീ കാട്ടിത്തരണേ എന്ന് പറഞ്ഞു. അമ്മ അവിടെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റാക്കി. പക്ഷെ എങ്ങനെ സർജറി നടത്തി ഈ 4 ലക്ഷം രൂപ എവിടെ നിന്നുണ്ടാക്കും എന്നുള്ള ഒരു ഇതിൽ ഇരിക്കുമ്പോഴാണ് എല്ലാവരോടും ഞങ്ങളുടെ ഗ്രൂപ്പിലും എല്ലായിടത്തും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് സർജറി എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അത്രയ്ക്ക് ക്രിട്ടിക്കലായിരുന്നു അമ്മയുടെ ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് സർജറി ചെയ്യേണ്ട എന്തെങ്കിലും സഹായം ചെയ്ത് തരണേ. സത്യം പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണെന്നറിയില്ല പൈസ കിട്ടി. അമ്മയുടെ സർജറി മാതാവ് നടത്തി തന്നു. ഒരു കുഴപ്പമില്ലാതെ അമ്മ എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് ഇപ്പം നിൽക്കുന്നുണ്ട് ഈ അൾത്താരയിൽ. മറ്റേത് അമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നിൽക്കുമ്പോഴത്തേക്കും തലകറങ്ങി വീഴുമായിരുന്നു. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും ഉടമ്പടിയിൽ അമ്മയുടെ പേസ് മേക്കർ സർജറി മാതാവേ നീ എങ്ങനെയെങ്കിലും നടത്തി തരണേ, ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല, നീയാ നടത്തി തരണ്ടേ എന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് ചെക്കപ്പിനും കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. സർജറിക്കുള്ള പൈസ എല്ലാം തികഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ സർജറി നടന്നു എൻ്റെ അമ്മയുടെ. അമ്മ ഇപ്പോൾ ആരോഗ്യത്തോടെ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നോക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ചേച്ചി നേഴ്സാണ്. ചേച്ചിക്ക് OET എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ എക്സാം നടത്തി കൊടുക്കണേ മാതാവ്, എളുപ്പമായിട്ട് നടത്തി കൊടുക്കണേന്ന്. ചേച്ചി ഉടമ്പടി എടുത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിനക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ധൈര്യമായി പോയി ഉടമ്പടി എടുക്കുക, നിന്നെ മാതാവ് പാസ്സാക്കി തരുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പറയുന്ന കേട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാനിത് എഴുതിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ എക്സാം പാസ്സാക്കി കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചി എക്സാമിന് പോയിട്ട് മാതാവിൻ്റെ കാശ് രൂപം പിടിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. ചേച്ചി എൻ്റെ അടുത്ത് ചേച്ചി പറയാണ്, എടി ഞാൻ അവിടെ ചെന്ന് ഇരുന്നിട്ട് എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ എക്സാം ഞാനല്ല എക്സാം എഴുതിയത്. കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയില്ല എന്തുവാ എഴുതിയത്, എന്തുവാ പറഞ്ഞത്, അവരോട് എന്തുവാ സ്പീക്കിങ്ങിനൊക്കെ സംസാരിച്ച് ഞാൻ അറിയാതെ എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ചേച്ചി എക്സാം പാസ്സായി നല്ല സ്കോറും കാര്യങ്ങളും ചേച്ചിക്കൊണ്ട്. അവൾ പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ഉടമ്പടിയിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരുന്നത്, അത് 3 എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അമ്മയോട്, തിരുകുമാരനോടും